ഉദ്ഘാടനത്തിനായിട്ട് വന്നത് ഇന്ന് രാവിലെ രാത്രി മെഞ്ഞാന്നാണ് ഡൽഹിയിൽ നിന്ന് ഞാൻ ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുബായ് പോയപ്പോ ഇദ്ദേഹം എന്നെ വളരെ നിർബന്ധിച്ചതുകൊണ്ട് നാടായതുകൊണ്ടും ഞാൻ ഏറ്റുപോയതുകൊണ്ട് വരികയാണ്. കാരണം ഞാൻ ഇന്ന് രാത്രി ഫ്ലൈറ്റ് തിരിച്ചു കയറി നാളെ എനിക്ക് ഷാർജ ഹെൽത്ത് അതോറിറ്റി ചെയർമാൻ്റെ കൂടെ പോയിട്ടില്ല 10 മണിക്ക്. അതുകൊണ്ട് രാത്രി ഫ്ലൈറ്റിലാണ് പോയിട്ട് 4 മണിക്കൂർ 3 മണിക്കൂർ ഇറങ്ങാൻ സമയം കിട്ടുമെന്ന്. ഇത് ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് ഈ നാട്ടുകാരനായ ഒരു ശിവവട്ടം അദ്ദേഹം ഇവിടെ നടത്തുന്ന ആർട്ട് ഫെസ്റ്റിവൽ അത് ഏറ്റവും വലിയ, നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി നമ്മള് പലരെയും കാണാനും 10-70 രാജ്യങ്ങളിൽ ചുറ്റാനും അവിടുത്തെ മ്യൂസിയമും അവിടുത്തെ കൾച്ചറൊക്കെ കാണാനും പറയാനൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇദ്ദേഹം ഈ വെട്ടത്തിൽ നിന്ന് ഇവിടെ ഈ ഒരു എക്സിബിഷൻ നടത്തി ആ ഒരു എക്സിബിഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് ഓരോ ആർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ് അത് തീർച്ചയായിട്ടും ലോട്ടാകറിയില്ല. കാരണം ഇയാളെപ്പോലുള്ള ആൾക്കാരാണ് യുഎനിലും അതുപോലെ തന്നെ ഈ നാച്ചുറൽ ഇതിനു വേണ്ടി ഈ നമ്മള് ഗ്ലോബൽ ഇമ്പാക്ട് പറയും അതിലെ വിഷയങ്ങളാണ് മൂപ്പർ പറഞ്ഞത്. മൂപ്പർ എത്രത്തോളം എക്സ്പോസ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ 4 വിഷയം പറഞ്ഞു. കൊറോണ വന്നപ്പോ മനുഷ്യൻ എന്തായിട്ടുള്ളത്, അതുപോലെ ഭക്ഷണം വേണ്ടതുകൊണ്ട് ഭക്ഷണം തന്നെയാണ് വേണ്ടത്, വേറെ ഒന്നല്ല വേണ്ടത്. ഭക്ഷണം വേണ്ടത് പൈസ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല, ഭക്ഷണം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു തൊപ്പിൽ കുടലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാധനം അത് എവിടെ പോയി എത്തുന്നു, ഏത് രൂപത്തിലേക്കാണ് ജനങ്ങൾ അവസാനം അതൊരു നായാണ് പോയി മനുഷ്യനെ പിടിച്ചു വന്നത്. അപ്പൊ നമ്മള് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഇതാണ്. ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഈ ഫെസ്റ്റ് കൊണ്ടാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അദ്ദേഹത്തിലെ കഴിവ് ഈ പറയുന്ന നാരികേരം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. വലിയ അതിശയം. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ട എത്രയോ ദിവസമായി കുറെ സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് ഐ അപ്രീഷിയേറ്റ്. കാരണം ആർട്ടിനുള്ള വാല്യൂ കൂടിയാണ് യഥാർത്ഥ ആർട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ്. സോ ഐ റിയലി ഹാപ്പി. സോ ഇന്ന് വന്നതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത്തരം ജനങ്ങളൊന്നും നമ്മള് 40 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു അറിയില്ല. ഇത്രയും ജനങ്ങളുണ്ടെന്നുള്ള അറിയില്ല. അല്ല, നന്നായി വരണ്ട. അത് ഇതുപോലെ പിള്ളേര് അവർ ലോകം അറിയപ്പെടുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് സഹായമായിരിക്കട്ടെ. ഞാൻ വന്നു പറഞ്ഞ് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ വരുന്ന നേരെ തിരിച്ചു പോകും. ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ അതിന് ഏറ്റവും വലിയ അനുഗ്രഹമുള്ളവരാണ്. അവരുടെ വർക്കാണ് എനിക്ക് അട്രാക്ട് ചെയ്യാൻ. പ്രത്യേക കഴിവെന്നാണ്. ഇതിനുവേണ്ടി മാത്രമായിട്ട് വന്നാൽ താങ്ക് യു. ഡോക്ടർ ബീനയാണ്. ഡോക്ടർ ഹുസൈന്റെ വൈഫാണ്. റേഡിയോളജിസ്റ്റ് ആണ്. അപ്പൊ ഞാന് കല്യാണം കഴിഞ്ഞിട്ടാണ് തിരൂര് വരുന്നത്. കാരണം ഞാൻ മഞ്ചേരി സ്വദേശിയാണ്, പക്ഷെ ഹസ്ബൻഡ് തിരൂരാണ്. അപ്പൊ അധികം നിന്നിട്ടില്ല. പക്ഷെ പറവണ്ണ പെരിയാവരൊക്കെ അറിയുന്ന ഏരിയകളാണ്. ഇവിടെ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. വന്നപ്പോ തന്നെ ഈ ജനക്കൂട്ടം കണ്ടപ്പോ അതിലും വേറെ സന്തോഷമാണ്. അപ്പൊ ഇങ്ങനത്തെ കൂട്ടുകൂടൽ വളരെ നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാരും ഒരു ഐക്യത്തിന്റെ ഒരു മീനിങ് ആണ്. എല്ലാരും കൂടുക, പരസ്പരം സംസാരിക്കുക, കണ്ടറിയുക. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടായ്മ വളരെ നല്ലതാണ്. കൊല്ലത്തൂർ ഭാഷയിൽ ഇങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു ഉന്മേഷമാണ്, ജീവിക്കാനുള്ള ഒരു ഉന്മേഷമാണ്, പുരോഗമനത്തിന്റെ ഒരു ഉന്മേഷമാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ഇതുപോലെ നടത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.